നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറേഷി അബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സയ്യിദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ്. പടംപിടുത്തം കൊള്ളാല്ലടാ. അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ. ഐഡിയ ഒക്കെ എന്റെ തന്നെ. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി അബ്രാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. നീ എന്താ പറഞ്ഞേ? ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നായകന്റെ അല്ല, വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ കോംപ്ലക്സിറ്റി ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? എന്നാൽ ഇതിന്റെ ഇടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറന്റ് ആയ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. Watch Empuran, the second part of the Lucifer franchise, on 27th of March 2025 in theaters worldwide.